മാർക്കസ് റാഷ്ഫോർഡ് ഈസ് ടു ബാഴ്സലോണൻ മുന്നേറ്റം നിര, അതായത് ലമീൻ ജമാലും ഫെറാൻ ടോറസും റഫീനിയും ലെവൻഡോസ്കിയും ഒക്കെ അടക്കി വായുന്ന മുന്നേറ്റ നിരക്ക് മൂർച്ച കൂട്ടാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് ലോൺ ഡീൽ വിത്ത് ബൈ ഓപ്ഷനിൽ മാർക്കസ് റാഷ്ഫോർഡ് ബാഴ്സലോണയിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുക അവരുടെ ഏറ്റവും വലിയ റൈവലറി ആയിട്ടുള്ള റയൽ മാഡ്രിഡിനെ തന്നെയാണെന്നുള്ളതാണ്. ഈ കഴിഞ്ഞ സീസണൊക്കെ എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാവും ബാഴ്സലോണ ഒരു അൺബീറ്റൻ ലെവലിലേക്കുള്ള ഒരു കുതിപ്പിലാണെന്നുള്ളത്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പു തരാം, ഒരു പക്ഷേ ഫ്ലിക്കിന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രൈം ലെവലിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാഴ്സലോണൻ അറ്റാക്കിങ്ങിൽ അവരുടെ ഏറ്റവും പുതിയ മൂർച്ചയേറിയ ഒരു ആയുധമായി റാഷ്ഫോർഡിന് മാറാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ മനസ്സിലാക്കുക ഈ ഒരു സീസണിലും അവർ എത്രത്തോളം പെർഫോമൻസ് വൈസ് മേലെ ആയിരിക്കുന്ന കാര്യം. പക്ഷെ റയൽ മാഡ്രിഡ് സ്റ്റിൽ അലൈവ്. റയൽ മാഡ്രിഡ് അവിടെ ജീവിച്ചിരിപ്പുണ്ട്. അവര് ലാ ലീഗയിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. പലതും നടന്നിട്ടുണ്ടാവാം, പല മത്സരങ്ങളിലും പരാജയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ റയൽ മാഡ്രിഡ് സ്റ്റിൽ അലൈവ്. അവരുടെ തോൽവികളിൽ നിങ്ങൾ മതിമറന്ന് ആഘോഷിച്ചിട്ടുണ്ടാകാം, അവരുടെ പരാജയങ്ങളെ നിങ്ങൾ ചിരിച്ച് കണ്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ കാത്തിരുന്നോളൂ, റയൽ മാഡ്രിഡിന്റെ ഒരു തിരിച്ചുവരവ് അത് നടക്കുക തന്നെ ചെയ്യും. എന്തൊക്കെ തന്നെ ആയാലും ഇനി മൂർച്ചയേറിയ എൽ ക്ലാസിക്കോകൾക്കും മൂർച്ചയേറിയ ലാ ലീഗ മത്സരങ്ങൾക്കും UCL മത്സരങ്ങൾക്കും നമുക്ക് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്.